ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, അതേപോലെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. കാരണം ഫാൻ ഇട്ടിട്ടുണ്ട്. ഒന്നാമത് ഈ ചൂട് സമയത്ത് ഫാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഫാനെങ്ങാനും ഞാൻ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ നാളത്തെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് ഇതായിരിക്കും, കഠിന ചൂട് മൂലം വെന്ത് മരിച്ചെന്നെങ്ങാനും യുവതി വെന്ത് മരിച്ചു എന്നായിരിക്കും. കാരണം ഇവിടെ ചൂട് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്, അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ സെന്നുക്കുട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് എനിക്ക് എന്തൊക്കെയോ പണി തരുന്നുണ്ട്. അപ്പോൾ കുറേ സൗണ്ട് ആക്കുന്നുണ്ട്, എൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചിടുന്നുണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഒരുവിധം ഞാൻ അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കണ്ടോ, ക്യാമറ വരാനൊക്കെയാണ്. അപ്പോൾ എൻ്റെ എല്ലാം വലിച്ചിടും. ഇന്നത്തെ കണ്ടന്റ് വന്നിട്ട് വെച്ചാൽ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ കയ്യിലുള്ള 200 രൂപയിൽ താഴെയുള്ള ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസാണ്. എൻ്റെ സെന്നുക്കുട്ടൻ എന്തൊക്കെയോ കുത്തക്കട അവിടെ ഒപ്പിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെയാണ്, ക്ഷമിക്കണം, സോറി. അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവും, നിൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനത്? അങ്ങനെയല്ല, ആർക്കെങ്കിലും വാങ്ങാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിയാൽ കുഴപ്പമില്ല, അതുകൊണ്ടിട്ട് ഇടുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത്. വലിയ കൊമ്പത്തെ പൈസ ഇതൊന്നും വരും, നമ്മൾ പോലുള്ള പാവങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറഞ്ഞ 200 രൂപയിൽ താഴെയിലും 100 രൂപയിൽ താഴെയിലുള്ള ഈ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ യൂസ് ചെയ്യുക, അങ്ങനെ അങ്ങ് ചെയ്യാം. ഞാൻ അപ്പോൾ കുറേ തവണ പറഞ്ഞു പോകുന്നുണ്ട് തോന്നല്ലേ. അത് ഒരു എന്താ പറയുക, അതങ്ങനെയാണ്. ഞാൻ ഒരു വാക്ക് 2 തവണയൊക്കെ പറഞ്ഞു പോകാറുണ്ട് സംസാരിക്കുമ്പോൾ. എൻ്റെ ഉമ്മ എപ്പോൾ പറയുന്ന കാര്യമാണ്, നീ സംസാരിക്കുമ്പോൾ ഒരേ കാര്യം തന്നെ 2 തവണ പറയുന്നുണ്ട്. അതൊന്ന് ക്ഷമിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ എനിക്ക് ലിപ്സ്റ്റിക്സിനെ കുറിച്ചിട്ട് അറിയുന്നതും, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്, ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ ഈ കുറച്ച് കാലമായത്രേ. അതുപോലെ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് അറിയുന്നതും, കുറേ ഷെയ്ഡ്സ് ഉണ്ടെന്നും കുറേ കമ്പനി പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട് എന്നൊക്കെ അറിയുന്നത് ഈ ഒരു കുറച്ച് കാലമായത്രേ. പണ്ട് എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് നമ്മൾ നാട്ടിൻപുറത്ത് പക്ക ഗ്രാമത്തിലുണ്ടായ ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതേപോലെ ഒരു നാട്ടിൻപുറത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു ടൈമിലൊന്നും ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് അറിയുകയും ചെയ്യില്ല. ന്യൂഡ് ഷെയ്ഡ് ഉണ്ടെന്നോ അതേപോലെ എന്തൊക്കെയോ ഷെയ്ഡുകളില്ലേ, അതൊന്നും ഉണ്ടെന്ന് അറിയവരെ ചെയ്യില്ല. ആകെ കിട്ടൽ ഒരു കത്തുന്ന കളറ്, നല്ല ചുവപ്പ് ഉണ്ടാവും, നല്ല റോസ് ഉണ്ടാവും. ഈ ഒരു 2 കളറിനെ കുറിച്ചിട്ട് ആകെ അറിയുകയും ചെയ്യും. അത് വാങ്ങുന്നത് തന്നെ ഞാൻ 6ലും 7ലും പഠിക്കുമ്പോൾ ഒപ്പനക്ക് എങ്ങാനും മത്സരത്തിന് പങ്കെടുത്തപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ, അതിൻ്റെ സ്മെല്ല് ഓർക്കാൻ കൂടി പറ്റില്ല. കാരണം ഒരുമാതിരി വൃത്തികെട്ട മണമായിരുന്നു. അതിന് ആകെ 35-40 രൂപ എങ്ങാനും ഉണ്ടായിട്ടുള്ളൂ ആ ലിപ്സ്റ്റിക്കിന്. അന്നേരം ആ ടൈമിൽ ആ കിട്ടുന്ന ഒരു ലോക്കൽ പ്രൊഡക്റ്റിന് ഭയങ്കര സ്മെല്ലായിരുന്നു. അതിന് എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല്. പക്ഷെ ഇപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്കിന് എന്തൊക്കെയോ ഫ്ലേവറിൻ്റെ സ്മെല്ലുകളുണ്ടല്ലേ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ആ ടൈമിലൊന്നും അറിയില്ല, നമ്മളങ്ങനെ യൂസാക്കലുമില്ല. യൂസാക്കിയാൽ തന്നെ എന്താ പറയുക, ലിപ്സ്റ്റിക്കിന് പേരുദോഷം വരുന്ന, അല്ലെങ്കിൽ അതിന് നാണക്കേടാവുന്ന വിധത്തിൽ ഇട്ടാൽ തുടച്ച് കളയും. അപ്പോൾ പറയും ആൾക്കാർ, അപ്പോണ് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് പോകും നോക്കുക, അപ്പോണ് മേക്കപ്പ് ചെയ്തിട്ട് പോകും നോക്കുക, ഫോറാക്കിയിട്ട് പോകും നോക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു ആ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പം എന്താ പറയുക, അപ്പോൾ ഇപ്പം അതിൽ നിന്ന് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയി ആൾക്കാരൊക്കെ കുറേ മാറി, എല്ലാവരും അങ്ങനെ ഇടുന്നൊക്കെയുണ്ട്. ഞാൻ ഇടാറുണ്ട് എന്തായാലും, എന്താ പറയുക, എപ്പോഴും ഇടാറുണ്ട്. എന്ന് വെച്ചിട്ട് ചന്ദനമഴ സീരിയലിലെ അങ്ങനെ സീരിയലിലെ പോലെ എന്താ പറയുക, അവരില്ലേ മായാവതി എങ്ങനെയാ തോന്നുന്നു, അവരെ ഇട്ടിട്ട് നടക്കുന്ന പോലെ ഡെയിലി ഇട്ടിട്ട് നടക്കലൊന്നുമില്ല. വല്ലപ്പോഴും ഈ പുറത്തൊക്കെ പോകുമ്പം ഇടും. അത് പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ബാഗിൽ സ്ഥിരമായിട്ടുണ്ടാവുകയുള്ളൂ. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഏകദേശം 10 പീസെങ്ങാനുണ്ട് സംഭവം. കണ്ടോ, ഈ ഒരു ഐറ്റംസാണ് എൻ്റെ കയ്യിലുള്ളത്. എല്ലാം 200-ന് താഴെയുള്ളതാണ്. 200 രൂപയുടെ താഴെയുള്ള പ്രൊഡക്ട്സാണ് അത്. അല്ല, 200 രൂപയുടെ താഴെയുള്ള പ്രൊഡക്ട്സാണ്. അതിലൊന്ന് മാത്രമേ ഒരു 200-250 ഉള്ളിലുള്ളൂ. ബാക്കിയൊക്കെ 200 രൂപയുടെ താഴെയുള്ളതാണ്. നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. എല്ലാം യൂസ് ആക്കലുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഫസ്റ്റ് തന്നെ എൻ്റെ കറണ്ടായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്
ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പം ഒരു വൈറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഡാസിലറിൻ്റെ DLC 025 ഈ ഒരു ഷെയ്ഡ്. ഇത് അടിപൊളി ഷെയ്ഡാണിത്. ഇതിൻ്റെ ഒരു വീട് നമ്മൾ ഗ്രാമീ ഗംഗയിൽ ഇട്ടിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ. അടിപൊളി ഷെയ്ഡാണ്. നല്ല എന്താ പറയുക, ഒരു നല്ലൊരു ന്യൂഡ്, അടിപൊളി ന്യൂഡാണ്. ഈ ന്യൂഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ അടിപൊളി. ഇതിൻ്റെ മണം സൂപ്പർ മണമാണ്. ഇതിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചതല്ല, വീഡിയോയിൽ എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി വൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ല മാച്ച് ഉണ്ടാവും. ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയത് തന്നെ, എനിക്കും എൻ്റെ ഫ്രണ്ടിനും കിട്ടിയത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണൂർ നെസ്റ്റോയിൽ പർച്ചേസിങ്ങിന് പോയ ടൈമിൽ അവിടെ ഒരു നല്ല മൊഞ്ചത്തിക്കുട്ടി, എന്താ ലുക്ക്, നല്ല വൈറ്റ്, കുറച്ചും കൂടി വൈറ്റ് സ്കിൻ ടോൺ നല്ലൊരു ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇതിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ലുക്കുണ്ട് ഇതിട്ടിട്ട് കാണാൻ. അപ്പോൾ ആ കുട്ടീനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ ഫോളോ ചെയ്ത് പോയി പുറകെ. ഇത് ഏതാ ഷെയ്ഡ് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നോക്കണം. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രണ്ടും കൂടിയിട്ട് ആ പെണ്ണിൻ്റെ ബാഗിൽ പോയി ബില്ലിങ് സെക്ഷനിൽ എത്തിയിട്ട് ആ കുട്ടീനെ അവിടുന്ന് പിന്നെ കാണാണ്ടായി. പിന്നെ കാണാണ്ടായി എന്നല്ല, കുറച്ച് അങ്ങോട്ടേക്ക് അവിടെ ആ കുട്ടി അങ്ങോട്ടേക്ക് പോയി. പിന്നെ നമ്മൾ നീ ചോദിക്കേ എന്നിങ്ങനെ പറയില്ല. അങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി അതിലേ അങ്ങോട്ടേക്ക് പോയി. ലാസ്റ്റ് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് ഓരോ കൗണ്ടറിൻ്റെ അതിലൊന്ന് പോയപ്പോൾ ആളെ കിട്ടി. എന്നിട്ട് നമ്മൾ പോയിട്ട് ചോദിച്ചു, നല്ല രസമുണ്ട്, ഏതാ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് പറഞ്ഞുതരും. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അവിടെ ഇതൊക്കെ വെക്കുന്ന സാഡിയുണ്ട്, ടെസ്റ്റർ ഉണ്ട്, അവിടെ പോയിട്ട് എടുത്താൽ മതി. ഇത് ആ കുട്ടിക്ക് അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് അറിയുന്നുണ്ടായിട്ടില്ല സംഭവം. അവൾക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് പോലും. എന്നിട്ട് ആ കുട്ടി നമ്മളോട് വന്നു അവിടേക്ക് അത് എടുത്തു തരാൻ വേണ്ടിയിട്ട്. അവിടെ വന്നിട്ട് നോക്കിയപ്പോഴേക്ക് ഈ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നിട്ട് എന്താക്കി, നമ്മൾ ആ കുട്ടീൻ്റെ നമ്പർ വാങ്ങി. നിങ്ങൾ നോക്കണം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, മുൻപരിചയം പോലും ഇല്ലാത്തൊരു പെൺകുട്ടീനോട് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് അവൾ ആ പെണ്ണിനോട് നമ്പർ വാങ്ങി. ആ പെൺകുട്ടി എന്നിട്ട് അയച്ചു കൊടുത്തു. വീട്ടിലെത്തിയിട്ട് അയച്ചു തരാൻ എന്നിട്ട് അയച്ചു തന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് വാങ്ങിയിട്ടുണ്ടായി. എന്നിട്ട് അവൾ പുറത്തേക്ക് പോയ ടൈമിൽ ഞാൻ ഈ സംഭവം വാങ്ങി. നമ്മൾ പിന്നെ അപ്പുറം ഇപ്പുറം എന്തായാലും ഷെയർ ചെയ്യും. അപ്പോൾ അവളുടെ അടുത്തും കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ ഉണ്ട്. ഞാൻ അവളോടും വാങ്ങും, അവൾ എൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം അവൾ പോയ ടൈമിൽ പിന്നെ എനിക്ക് വേറെ ആളില്ലല്ലോ ചോദിക്കാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് വാങ്ങി. എൻ്റെ എന്താ പറയുക, ഇതിന് 200 രൂപയാണ് പ്രൈസ് വന്നിട്ട്. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്ന ലിപ്സ്റ്റിക്ക്. ഡാസിലറിൻ്റെ DLC 025 200 രൂപ. അടുത്തത് വന്നിട്ട് മിലാപ്പിൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിന് പ്രൈസ് വന്നിട്ട് 70 രൂപ. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇതിൻ്റെ നമ്പർ വന്നിട്ട് ടോസ്റ്റഡ് ആൽമണ്ട് 613. അപ്പം ഇത് അടിപൊളിയാണ്. ഇതും 70 രൂപയ്ക്ക് ഇത്രയും അടിപൊളി ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി വൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇത് ഇട്ടാൽ ഒരു ഫങ്ഷനിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇടാം. കാരണം കുറച്ച് കത്തുന്ന കളറാണ് ഇത് സംഭവം, പക്ഷെ അടിപൊളിയാണ്. ഈ ഒരു ഷെയ്ഡ് നമ്മൾക്കും ചേരുവൊക്കെ ചെയ്യും, ഞാൻ ഇടാറുണ്ട്. പക്ഷേ കുറച്ച് നമ്മൾ ഈ ഫങ്ഷൻസിനെല്ലാം പോകുമ്പോൾ ഇതിടാം, നമുക്ക് നല്ല ലുക്കായിരിക്കും ഇതൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ലിപ്സ്റ്റിക്കാണ് ഇത് രണ്ടും. ചില ടൈമിൽ ഞാൻ ഇത് രണ്ടും മിക്സ് ആയിട്ടാണ് ഇടാറ്, ചില ടൈമിൽ സിംഗിൾസ് ആയിട്ട് ഇടാറുണ്ട്. ഇതെൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. അടുത്തതാ ഈ കാണുന്ന ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ പേര് മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇതൊരു കമ്പനി പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഏതാ കമ്പനി എന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ഷോപ്പിലേക്ക് എടുത്ത ടൈമിൽ ഞാൻ അതിൽ നിന്നും ഒന്ന് അടിച്ചു മാറ്റിയതാണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇതിന് പ്രൈസ് വന്നിട്ട് ആകെ 50 രൂപ 60 രൂപയാണ്, ആ ഒരു റേഞ്ചേ ഇല്ല ഇതിന് വന്നിട്ട്. 100 രൂപയിൽ താഴെയാണ് ഇതിന്. 70 റുപ്പീസ് അത്രയേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ ഷെയ്ഡ് ഇതാ ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ ഷെയ്ഡ്. നല്ല അടിപൊളി ഷെയ്ഡാണ് അല്ലേ. ഇതും ഞാനിടും, ഇതെനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഇതും 100 രൂപയിൽ താഴെയുള്ള എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇതിൻ്റെ കമ്പനി പേര് എനിക്കറിയാത്തതുകൊണ്ടാണ്. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ സുഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലേ.
ഞാനും സ്റ്റുഡിയോയിൽ പോകാറുണ്ട്. സ്റ്റുഡിയോ ഇപ്പം എല്ലായിടത്തും ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്റ്റുഡിയോയിലെ 99 രൂപയുടെ സാധനം, അവിടെ 99 രൂപയുടെ ലിപ്സ്റ്റിക്കാണിത്. ഇത് വന്നിട്ട് എസ്പ്രസ്സോ ബ്രൗൺ BR02 അങ്ങനെയാണ് ഇതിൻ്റെ പേര് കാണുന്നത്. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്, കാരണം എൻ്റെ ആകെയുള്ള ഒരേ ഒരു പുത്രൻ ഇതിനെ തരിപ്പണമാക്കി വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു നിമിഷം വന്ന് കണ്ണ് തെറ്റിയ ടൈമിൽ ഇയാളിത് എടുത്തിട്ട് ആകെ ഇതിന് കോലം കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, മൊത്തം അകത്തും പുറത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ബ്രൗൺ കളർ കണ്ടോ, ഈ ഒരു അടിപൊളി കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് കളറ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കണ്ടോ, എല്ലാം എനിക്കുള്ളത് ഈ ഒരു ന്യൂഡ് ടച്ചുള്ളതാണ്. മൂന്നാല് പീസ് അങ്ങനെ തന്നെയുള്ളത്. ഇതൊരു നല്ല ഷെയ്ഡാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിനും നല്ല സ്മെല്ലാണ്. ഈ സുഡിയോൻ്റെ ഈ ലിപ്സ്റ്റിക്കിനും അടിപൊളി സ്മെല്ലാണ്. അപ്പം ഇത് സുഡിയോന്ന് വാങ്ങിയ 99 രൂപയുടെ ഒരു ഷെയ്ഡ്. അതുപോലെ തന്നെ സുഡിയോയുടെ മറ്റൊരു 99-ൻ്റെയാണ് ഈ കാണുന്ന വെൽവെറ്റ് വൈൻ എന്ന് പറഞ്ഞിട്ടില്ലേ ഈ ഒരു ഷെയ്ഡ്. ഇതെനിക്ക് ഞാൻ വാങ്ങിയതല്ല, ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഇതൊരു അടിപൊളി കളർ. ഇതൊക്കെ ഈ കളറൊക്കെ നമുക്ക് ഈ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി പറ്റും അല്ലേ. നല്ല ഈ നൈറ്റിൽ നല്ല മാരേജ് ഫങ്ഷൻസിന് നല്ല അങ്ങനത്തേനൊക്കെ പറ്റിയൊരു കളറാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഇതാ ഈ കാണുന്ന സെക്കൻഡ് വൺ, ഒരു റെഡിഷ് കളറാണ്. ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് കളർ വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷേ ഇത് നേരിട്ടിട്ട് ഇത് നല്ലൊരു കളറാണിത്. വൈറ്റ് സ്കിന്നിനായിരുന്നു കുറച്ചും കൂടിയും ബെറ്റർ ഇത് ഉണ്ടാവുക, കുറച്ചും കൂടി വൈറ്റ് ആയിട്ട്. പക്ഷേ നമുക്കൊക്കെ ഇടാം, ഒരു മാരേജ് ഫങ്ഷണൽ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അടിപൊളി കളർ. പിന്നെ വന്നിട്ട് ഉള്ള ഒരു ഷെയ്ഡാണ് ഇതാ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ കമ്പനി നെയിമൊന്നും കാണുന്നില്ല, കാരണം ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് നാളായി ഇത് വാങ്ങിയിട്ട്. ഒരു ന്യൂഡ് ബ്രൗണിഷ് ആ ഒരു ടച്ചിൻ്റെ കളറാണ് എനിക്കുള്ളത്. ഭൂരിഭാഗവും ഒരു ന്യൂഡിഷ് കളറാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആകെ 100 രൂപയിൽ താഴെയാണ്. ഇതൊരു അടിപൊളി കളറാണിത്. ഇതും ഒരു മാറ്റാണ്, ലിക്വിഡ് മാറ്റാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു റേഞ്ചിനൊക്കെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ നാട്ടിലതല്ല, ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ്. ഡൽഹിയിൽ നിന്ന് നമ്മൾ ഈ ഷോപ്പിലേക്കുള്ള ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു മാർക്കറ്റ് ഉണ്ടായി, ആ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിയതാണ്. പേരൊന്നും എനിക്കറിയില്ല, സ്ഥലത്തിൻ്റെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത് രണ്ടും. അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഷോപ്പിലൊക്കെ എടുത്തതിൻ്റെ അകത്തുനിന്ന് ഞാൻ 2 ഷെയ്ഡ്സ് എടുത്തതാണ്. കണ്ടിട്ട് അടിപൊളി ഷെയ്ഡാണ്. ഇത് നല്ലൊരു കളറാണ്, നല്ലൊരു ബ്രൗണാണ്. കണ്ടോ, ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ലാസ്റ്റ് വൺ, തേർഡ് വൺ ആണ്. ക്യാമറയിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, പക്ഷേ ഇത് അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ഏകദേശം വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 60 രൂപയിൽ താഴെ വരുന്നത്. 60-40 അതിനുള്ളിലേ ഇതിനൊരു പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ ഇതെല്ലാം ഒരേ ഷെയ്ഡാണല്ലോ. ഇത് ലാക്യൂ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇത് വാങ്ങിയിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് ബാംഗ്ലൂരിൽ സൺഡേ മാർക്കറ്റിൽ പോയ ടൈമിൽ അവിടെ നല്ല നമ്മൾ ഈ ഡാസ്ലറിൻ്റെ ലാക്മേയുടെ ഒക്കെ പ്രൊഡക്ട്സ് ഈ റോഡ് സൈഡിന് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സൈക്കിൾ പോലത്തെ ഇതിലൊക്കെ വെക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ സൺഡേ മാർക്കറ്റിൽ അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, അതൊന്നും ആയിരിക്കില്ല, പ്രൊഡക്ട്സ് ഉണ്ടാകുന്നതായിരിക്കും. നമ്മളെ കമ്പനി പ്രൊഡക്ട്സില്ലേ അതൊക്കെ വിൽക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ്. പട്ടീന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ ചീത്ത വിളിച്ചതാണെന്ന് കരുതണ്ട, പട്ടീനെ കണ്ടിട്ടോ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ്, ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എന്തിനാ വാങ്ങിയത് എന്ന് പോലും എനിക്കറിയില്ല. ഈ ഒരു കളർ ഇതാ ഇത് ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചുണ്ട് ഉണ്ട് എന്നെ അറിയില്ല. നമ്മുടെ ഗ്ലാമി ഗംഗ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിട്ടുണ്ടായി, ഒരു ന്യൂഡ് വാങ്ങിയിട്ട് പണി കിട്ടീന്, ഓൺലൈനിൽ വാങ്ങിയിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈനിലാണ് തോന്നുന്നത്. അതെ, ഇത് ചുണ്ട് ഉണ്ട് എന്ന് തന്നെ അറിയുന്നില്ല, ഉണ്ട് എന്ന് തന്നെ അറിയാത്ത വിധത്തിലുള്ള കളറ് ഉണ്ടാവില്ലേ, ഒരു ഒന്നുമില്ല നമുക്ക് ഈ മുഖത്ത് വായിന്ന് ഇല്ലാത്തൊരു വിധത്തിൽ ആ ഒരു കളറ് പോലെയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത് ഞാനിപ്പം ബ്ലഷായിട്ട് യൂസ് ആക്കാറുണ്ട്. ഇതിൽ പല ലിപ്സ്റ്റിക്കും ഉണ്ടല്ലോ, ഞാൻ ബ്ലഷായിട്ട് നമ്മളിങ്ങനെ
ചീക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഞാനിനി എവിടെ വരക്കുക. ഓക്കെ, ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് മേലിൽ കാണുന്നുണ്ടോ? അത് ക്യാമറയിൽ കാണാനൊരു നല്ല കളറാണല്ലേ, അത്ര അടിപൊളി കളറാണേലും. ഇത് സത്യം ഇത് യൂസ് ആക്കാറില്ല, സത്യം പറഞ്ഞാൽ ചുണ്ടിലിടാറില്ല, ചീക്കിലിടാറില്ല. ഈ ഒരു കളർ. ഇതിൻ്റെ കമ്പനി നെയിമും കാര്യങ്ങളൊന്നുമില്ല, ലാക്യൂ ബ്യൂട്ടി എന്നാണ് ഇത്. ഇതിന് പ്രൈസ് വന്നിട്ട് 90 രൂപ, 90 രൂപ അങ്ങനെ ഇതിനുണ്ടായി. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ LA-IT-ൻ്റെ മാറ്റ്. ഇത് ഞാൻ ഫസ്റ്റ് അപ്പോഴും എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാനും കല്യാണ ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് നല്ലൊരു കളറാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, കാരണം എൻ്റെ മകനെല്ലാം നശിപ്പിച്ച് എനിക്ക് കൈമിൽ തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, പൊട്ടിച്ച് തരിപ്പണമാക്കിയിട്ട് തന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു കളറാണ്. ഇതിൻ്റെ കളറ് ഈ ഒരു കളറാണ് കേട്ടോ, ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. ഇതും ഞാനിപ്പോൾ ലിപ്പിലിടുന്നതിനെക്കാട്ടും ചീക്കിന് തന്നെയാണ് ഇടാറ്. ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇതിന് വന്നിട്ട് പ്രൈസ് 100 രൂപ. ഈ ഒരു LA-IT-ൻ്റെ എൻ്റെ ലാസ്റ്റ് ലിപ്സ്റ്റിക് കളക്ഷൻ NYBയുടെ ഒരു ഷെയ്ഡാണിത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് നെയിം വന്നിട്ട് അങ്ങനെ എന്തോ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഷെയ്ഡ് നല്ല. ഇത് ഞാൻ പർപ്പിൾ ആപ്പിൽ നിന്ന് കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങിയ ടൈമിൽ ഈ ഒരു ലിക്വിഡ് മാറ്റിന് കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിയതൊക്കെ. ഇത് സംഭവം വീണ് പോയി, ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ അല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതിന് പ്രൈസ് വന്നിട്ട് 249 രൂപ അങ്ങനെ എന്തോ ആണ്. പക്ഷെ എനിക്ക് വാങ്ങിയിട്ട് 8ൻ്റെ പണി കിട്ടിയ ലിപ്സ്റ്റിക്ക് ഇതാണ് ഗൈസ്. അതിൽ ഫോണിൽ ആ ഷെയ്ഡ് കണ്ടപ്പം നല്ല ഇത്രയും നല്ലൊരു ഷെയ്ഡ് ഉണ്ടോയെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ വാങ്ങി വന്നപ്പോഴേക്കും ഇതൊരു എന്താ പറയുക, വേറെ ഒരു കൈമ കിട്ടുമ്പോഴേക്കും ഇത് അതിൽ കണ്ട ഷെയ്ഡായിരുന്നില്ല, വേറൊരു ഷെയ്ഡായിപ്പോയി. അപ്പോൾ എന്താ ചെയ്യും, എന്നെ റിട്ടേൺ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. നല്ലൊരു സംഭവമാണ്. ലിക്വിഡ് മാറ്റ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫാണ്, എല്ലാം ആണ്, നല്ല സ്മെല്ലുമാണ്. ഇതും ഞാൻ യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇല്ലതിൽ വെച്ചിട്ട് പ്രൈസ് കൂടിയ ഒരു സാധനം. ഈ ഒരു സാധനമാണ്. ഇതിന് 249 രൂപ. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസൊക്കെ ഇത്രയാണ് ഉള്ളത്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനിതൊക്കെ ഇട്ടിട്ട് അങ്ങ് സീരിയലൊക്കെ നടക്കുന്നത്, അങ്ങനെയൊന്നല്ല. എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസൊക്കെ ഇത്രയാണ്. എനിക്ക് ഇപ്പോൾ കറണ്ടായിട്ട് എനിക്ക് ക്രേസ് ഉള്ളൊരു ഐറ്റമാണ് ഈ ലിപ്സ്റ്റിക്സ്. അതേപോലെ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും എനിക്ക് ക്രേസ് ഉള്ളൊരു ഐറ്റം പിന്നെ ചെരുപ്പാണ്. ഈ ഒരു 2 സംഭവത്തിനോട് എനിക്ക് ക്രേസ് ഇപ്പോൾ ഉള്ളത്. ചെരുപ്പിനോട് പിന്നെ പണ്ടേ ഉണ്ട് ക്രേസ്. അത് കുറച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസ് ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിൽ ആൾക്കൊക്കെ ഇതൊക്കെ ചിലവരുടെ ഉണ്ടാവുന്ന കളേഴ്സായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എൻ്റെ സ്കിൻ ടോണിന് പറ്റുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ടോണിന് ഒരു മാച്ച് ആവുന്ന കളറ് ഷെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അതെനിക്കൊരു സന്തോഷമായിരിക്കും. ഈ ഓൺലൈനിൽ വാങ്ങിയിട്ട് പണി കിട്ടിയൊരു സാധനം ആകെ ഇത് മാത്രമേ ഉള്ളൂ. അതോടെ ഞാൻ തീരുമാനിച്ചു ഇനി മേലാൽ ഓൺലൈനിൽ ഞാൻ ലിപ്സ്റ്റിക് പ്രൊഡക്റ്റ് വാങ്ങുന്ന പരിപാടിയേ ഇല്ല. അത് ഞാനവിടെ നിർത്തി വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് പർപ്പിളിൽ നിന്ന് ബാക്കി വാങ്ങിയ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. ഐലൈനർ, നമ്മുടെ ഹൈലൈറ്റർ, സ്ട്രോബ് ക്രീമില്ല, അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് എനിക്ക് കുറച്ച് 8ൻ്റെ പണി തന്നതുകൊണ്ട് ഇനി ഞാൻ ആ പരിപാടിക്ക് ഞാൻ ഇറങ്ങുന്നതാണ്. അത് ക്യാൻസലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ, എന്താണോ നമ്മൾ അങ്ങനെ കിണങ്ങി ചേക്കണം. എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് പോകട്ടെ. അയ്യോ ഒന്നിടലടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.